വ്ലോഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ഫോസ്ബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോവുകയാണ്. ആക്ച്വലി അവിടെ നമുക്കൊരു ഇന്ത്യൻ പാകിസ്ഥാനി സ്ട്രീറ്റ് പോലെ കുറേ ഫുഡൊക്കെ കിട്ടുമെന്നാണ് എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അവിടെ പോകുന്നത്. അപ്പം ഐ തോട്ട് ഓഫ് റെക്കോർഡിങ് ഇറ്റ് ആൻഡ് ഷോയിങ് യു ഗൈസ് ദ ബ്യൂട്ടി ഓഫ് സൗത്ത് ആഫ്രിക്ക. അപ്പോൾ നമുക്ക് ഫോസ്ബർഗിലെ വിശേഷങ്ങൾ കാണാം. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഒരു 1 hour ഡ്രൈവ് ഉണ്ടായിരുന്നു ഫോസ്ബർഗിലോട്ട് പോകാനായിട്ട്. അപ്പം ഇതൊക്കെ ഓൺ ദി വേണം. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ചധികം സമയം എടുക്കുമെന്ന് മനസ്സിലായി. ഇതൊക്കെ കണ്ടോ, ക്രൈം സ്പോട്ട് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്കയുടെ ഒരു പ്രത്യേകത അതാ, അവരിങ്ങനെ എഴുതി വെക്കുമ്പോൾ ഏതൊക്കെയാണ് ക്രൈം സ്പോട്ട് എന്നൊക്കെ. കുറച്ച് അൺസേഫ് ആണെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം. പറയാറുള്ള പോലെ തന്നെ സൗത്ത് ആഫ്രിക്ക ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കൺട്രിയാണ്. റോഡ്, അതിൻ്റെ വ്യൂസൊക്കെ ഭയങ്കര രസമാണ്. നമുക്കിങ്ങനെ നല്ലോണം ആസ്വദിച്ച് കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ് സൗത്ത് ആഫ്രിക്ക. പിന്നെ ഞങ്ങൾ ഒരു ഏരിയ എത്തിയപ്പോഴെങ്കിൽ മനസ്സിലായത് ലോക്കൽ ഏരിയയാണ്. നമ്മൾ അധികം ഒന്നും ഈ ഏരിയയിലോട്ടൊന്നും വന്നിട്ടില്ല. സേഫ്റ്റി പ്രമാണിച്ച് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ലോക്കൽ ഏരിയ കൂടെയൊക്കെ ട്രാവൽ ചെയ്യുന്നത്. പിന്നെ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ട്രെയിൻ സ്റ്റേഷനൊക്കെ കാണുന്നത്. യൂഷ്വലി നമ്മളൊന്നും കാണാറില്ല നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്തൊന്നും. ഇതൊക്കെ ചുമ്മാ ഒരു കൗതുകം തോന്നി എടുത്തതാണ്. ചൈന മോൾ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ മോള്, ഡ്രാഗൺ സിറ്റി, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ടായിരുന്നല്ലോ. അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ യാത്രയ്ക്ക് അവസാനം നമ്മൾ ഫോസ്ബർഗിലോട്ട് എത്തി. അങ്ങനെ ദാ ഗൈസ്, നമ്മുടെ അടിപൊളി ഇന്ത്യൻ സാധനങ്ങളെല്ലാം കിട്ടുന്ന ഒരു സ്ട്രീറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കോൺ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു, കുറേ ഇന്ത്യൻ ഐറ്റംസ്. പിന്നെ ജിലേബി, അതുപോലെ തന്നെ ഗുലാബ് ജാം, അതൊക്കെ കണ്ടപ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. പിന്നെ നമ്മുടെ നാട്ടിലെ പോലത്തെ പാനിപ്പൂരി ഐറ്റംസ്. പിന്നെ ആക്ച്വലി ഇതൊരു ഫുൾ സ്ട്രീറ്റ് ഓഫ് എന്താ പറയുക, ഡ്രസ്സസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കഴിക്കാൻ പോയി. കുഞ്ഞു കുഞ്ഞു കടകളാണ്, ബേൽപൂരി, ദാഹിപ്പൂരി. അപ്പോൾ ആദ്യമേ തന്നെ പാനിപ്പൂരി കഴിക്കാമെന്ന് ഓർത്ത് ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് പാനിപ്പൂരി ഓർഡർ ചെയ്ത് പാനിപ്പൂരി കഴിക്കുവാണ് ഗൈസ്. അത്യാവശ്യം നല്ല പാനിപ്പൂരി ആയിരുന്നു. പിന്നെ കുറേ സ്നാക്ക് ഐറ്റംസ്, സമോസ, ബജ്ജി, അങ്ങനത്തെ കുറേ ടൈപ്പ് സാധനം ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ കുറച്ച് ചിക്കൻ സമോസയൊക്കെ വാങ്ങിച്ച് ട്രൈ ചെയ്തായിരുന്നു. പിന്നെ നമ്മൾ നേരെ അതിൻ്റെ അടുത്തുള്ള ഒരു സിറിയൻ റോസ്റ്റ് റെസ്റ്റോറൻറ്റിൽ അവിടുത്തെ ഷവർമ ട്രൈ ചെയ്യാനാണ് പോയത്. അവിടുത്തെ ഷവർമ അടിപൊളിയാണെന്ന് കുറച്ച് അഭിപ്രായം കേട്ടായിരുന്നു. ഇപ്പോൾ പോയി ട്രൈ ചെയ്യാമെന്ന് ഓർത്തു. അപ്പം ഞങ്ങൾ ചിക്കൻ ഷവർമയും പിന്നെ ഒരു ഷവർമ പ്ലേറ്റുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫുൾ സെറ്റ് ഓഫ് ഫുഡ് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. കഴിച്ചപ്പോൾ അതിലും വലിയ സന്തോഷം. നല്ല അടിപൊളി ഫുഡായിരുന്നു. ഇത് അവിടുത്തെ ആ റൊട്ടി സാധനം ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. അങ്ങനെ റെക്കോർഡ് ചെയ്തതാണ്. അവിടെ നിന്ന് നേരെ പിന്നെയും സ്ട്രീറ്റിലോട്ട് ചുമ്മാ സ്ട്രീറ്റൊക്കെ ഒന്ന് കണ്ട് ഞങ്ങൾ പിന്നെ കുറച്ച് ജിലേബിയും ഗുലാബ് ജാമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പാക്ക് ചെയ്തും എടുത്തു. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഫോസ്ബർഗിലെ വിശേഷങ്ങൾ. ഗൈസ്, അപ്പോൾ അത്രയാണ് നമ്മുടെ ഫോസ്ബർഗിലെ വിശേഷങ്ങൾ. നമുക്ക് ആക്ച്വലി വീട്ടിൽ നിന്ന് ഒരു 1 hour ട്രാവൽ ഉണ്ടായിരുന്നു. പക്ഷെ വർത്ത് ദ വിസിറ്റ് ആയിരുന്നു. നല്ല അടിപൊളി പാനിപ്പൂരി, സമോസ, അതുപോലെ തന്നെ ജിലേബി, ഗുലാബ് ജാം, രസഗുല്ല, ഇതൊക്കെ ഉണ്ടായിരുന്നു. നമ്മളതൊക്കെ ട്രൈ ചെയ്തു. പിന്നെയും കുറേ സ്വീറ്റ് ഐറ്റംസ് ഉണ്ടായിരുന്നു. ആൻഡ് വി ഹാഡ് ദ ബെസ്റ്റ് ചിക്കൻ ഷവർമ. ഞാനിവിടെ വന്നതിന് ശേഷമുള്ള ബെസ്റ്റ് ഷവർമ ആയിരുന്നു അത്. ആൻഡ് ഇറ്റ് വാസ് ടോട്ടലി നൈസ് എക്സ്പീരിയൻസ്. പിന്നെ കുറച്ച് അൺസേഫ് ഏരിയ ആണ്. അടിപൊളി ദിവസമായിരുന്നു. സോ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.